ഹലോ, ബിൽഡർ കരിയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. അപ്പോൾ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ RRB ALP എക്സാമിന് ഇപ്പം നടന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ റീസണിങ്ങിലെ ഫസ്റ്റ് ഡേയിലെ ഫസ്റ്റ് ഷിഫ്റ്റിന്റെയും സെക്കൻഡ് ഷിഫ്റ്റിന്റെയും ഓൾറെഡി ഡിസ്കസ് ചെയ്തു. മാത്സ് കംപ്ലീറ്റ് ചെയ്തു, GK കംപ്ലീറ്റ് ചെയ്തു. ബാലൻസ് ഉള്ള ഫസ്റ്റ് ഡേയിൽ ബാലൻസ് ഉള്ളത് ഏതാണ്? റീസണിങ്. ഷിഫ്റ്റ് 3 റീസണിങ് ആണ് ബാലൻസ് ഉള്ളത്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്. എന്നാലും ഈ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്കായിട്ടാണ് പറയുന്നത്. നമ്മൾ ഈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് RRBയുടെ എല്ലാ എക്സാംസിനും ചോദിക്കുന്ന പാറ്റേൺ. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഇത് തന്നെയാണ് എന്നല്ല പറയുന്നത്. ഈ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും RRB ഫോളോ ചെയ്യുന്നത്. RRBയുടെ ട്രെൻഡ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ മാത്സ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും റീസണിങ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നല്ല രീതിയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, അപ്പം ഇപ്പോൾ സിറ്റി ഇൻറ്റിമേഷൻ ഒക്കെ ഓരോ എക്സാംസിൻ്റെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. JEയുടെ ഓൾറെഡി വന്നു കഴിഞ്ഞു. ടെക്നീഷ്യൻ 1 വന്നിട്ടുണ്ട്, ഇന്നലെ മുതൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്ന് ബാലൻസ് വരും. ടെക്നീഷ്യൻ 3 വൈകാതെ ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് ടെക്നീഷ്യൻ 3യുടെയും വന്ന് തുടങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പം എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക, മാക്സിമം പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക. അപ്പം ഇന്ന് നമ്മൾ റീസണിങ് ആണ് നോക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് കീർത്തി. നമ്മുടെ ചാനൽ ബിൽഡ് യുവർ കരിയർ എന്ന് പറയുന്ന ചാനൽ RRB SSC എക്സാംസ് എക്സ്ക്ലൂസീവ്ലി ഫോർ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് ആണ്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നോട്ട്സും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ വിതൗട്ട് എനി സബ്സ്ക്രിപ്ഷൻ കോസ്റ്റ് നമ്മൾ നിങ്ങളിലേക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് കയറി നോക്കുക, വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അതിന് മുന്നേ ആയിട്ട് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചെയ്ത റീസണിങ് ഷിഫ്റ്റ് 2 റീസണിങ്ങിൽ ഒരു ക്വസ്റ്റ്യനിൽ ആക്ച്വലി അത് ആൻസർ ആയിരുന്നില്ല, തെറ്റ്. ആൻസർ കറക്റ്റ് ആയിരുന്നു. എനിക്കും അവിടെ കുറച്ച് കൺഫ്യൂഷൻ വന്നു എന്താ പറ്റിയതെന്ന്. കാരണം എനിക്ക് ആൻസർ 37 ആണെന്ന് എനിക്ക് അറിയായിരുന്നു. പക്ഷെ എവിടെയാണ് മിസ്റ്റേക്ക് വന്നത് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മിസ്റ്റേക്ക് വന്നത് ഇവിടെയായിരുന്നു. അതെനിക്ക് ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് താങ്ക്സ് അത് നോട്ട് ചെയ്ത് പറഞ്ഞു തന്നതിന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ക്വസ്റ്റ്യനിലാണ് മിസ്റ്റേക്ക് വന്നത്. ഞാൻ ഇവിടെ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 21 കിലോമീറ്റർ എന്നായിരുന്നു ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി അത് 29 കിലോമീറ്റർ ആണ്. ഇനി അത് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് വരും. എന്താ വരുന്നത്, വൈയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു 8 കിലോമീറ്റർ നോർത്തിലേക്ക് പോയി, അവിടെ നിന്ന് എന്ത് ചെയ്തു, റൈറ്റിലേക്ക് 23 കിലോമീറ്റർ ട്രാവൽ ചെയ്തു, എഗെയിൻ റൈറ്റിലേക്ക് 29 കിലോമീറ്റർ ട്രാവൽ ചെയ്തു, ദെൻ ലെഫ്റ്റിലേക്ക് 14 കിലോമീറ്റർ, ദെൻ 21 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഓക്കെ, 21 പ്ലസ് 8 ആണ് 29. അപ്പൊ ഇവിടെയാണ് സെഡ്. നമ്മളോട് ഇനി വൈയിലേക്ക് എത്താനുള്ള ദൂരമാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് വൈയിലേക്കുള്ള ഡിസ്റ്റൻസ് കാണുക. അത് എത്രയാണ്, 23 പ്ലസ് 14 ചെയ്താൽ മതി. 23 പ്ലസ് 14 എത്രയാണ്, 37 ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് വെസ്റ്റിലേക്ക് 37 കിലോമീറ്റർ വരുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തപ്പോൾ അത് ഇങ്ങനെയൊക്കെയാണ് വന്നത്. 21 ഇവിടെ കൊടുത്തത് കൊണ്ട് ഇത് രണ്ടും സെയിം ഡിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നതായിരുന്നു. കാരണം അത് ക്വസ്റ്റ്യനിൽ വന്ന മിസ്റ്റേക്ക് ആണ്, ആൻസർ ചെയ്തതിൽ ഉണ്ടായിരുന്ന മിസ്റ്റേക്ക് ആയിരുന്നില്ല. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് എല്ലാവരും ആ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, തേർഡ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, in a certain code language towards the end എന്ന് പറയുന്ന സെന്റൻസ് എങ്ങനെയാണ്, MBRHGP, end it here എങ്ങനെ എഴുതിയിരിക്കണേ, HKMBBL. നമ്മളോട് എൻഡിന്റെ കോഡ് ലാംഗ്വേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ടുവാർഡ്സ് ദ എൻഡില് എൻഡ് ഉണ്ട് അല്ലെ, end it here'ൽ end മാത്രമാണ് കോമൺ വേർഡ്. അപ്പൊ നമ്മൾ കോഡ് നോക്കുക, കോഡിൽ കോമൺ ആയിട്ട് എന്താ ഉള്ളത്, MB മാത്രമാണ് കോമൺ ആയിട്ടുള്ളത്. അപ്പൊ എൻഡിന്റെ വേർഡ് എന്തായിരിക്കും, MB ആയിരിക്കും എൻഡിന്റെ കോഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ എപ്പോഴും മാക്സിമം നമ്മുടെ പേപ്പറിൽ എഴുതാണ്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും, നമുക്ക് അറിയാം നമ്മുടെ എക്സാം ഹാളിൽ പോയിട്ട് കമ്പ്യൂട്ടറിൽ നമുക്ക് ഇങ്ങനെ ഇരുന്നിട്ട് വരയ്ക്കാനായിട്ട് പറ്റില്ല. എന്നാൽ പോലും നമ്മുടെ പെണ്ണ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പെന്നും പേപ്പറും യൂസ് ചെയ്യാണ്ട് ആൻസർ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തിട്ടുമുള്ളതാണ്, അതുകൊണ്ട് തന്നെയാണ് പറയണത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
ഇഫ് പി മീൻസ് അപ്പൊ ഇതിപ്പോ കാര്യമായിട്ട് ക്വസ്റ്റ്യൻ വായിക്കാൻ നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്തുക. അപ്പൊ ഇവിടെ എന്താണ്, പി എന്ന് പറഞ്ഞാല് മൾട്ടിപ്ലിക്കേഷൻ ആണ്, ആർ എന്ന് വെച്ചാൽ എന്താണ്, മൈനസ് ആണ്, അഗെയിൻ പി മൾട്ടിപ്ലിക്കേഷൻ ആണ്, എസ് എന്താണ്, പ്ലസ് ആണ്, ആറ് മൈനസ് ആണ്, എസ് പ്ലസ് ആണ്, പി എന്താ, മൾട്ടിപ്ലിക്കേഷൻ ആണ്. നമുക്കിനി ചെയ്യാം അല്ലെ. അപ്പൊ ഇവിടെ ആദ്യം എന്താ ചെയ്യേണ്ടത്, ബോർഡ് മാസ് റൂൾ വെച്ചിട്ട് നമ്മൾ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം അല്ലെ. മൾട്ടിപ്ലിക്കേഷൻ 15 into 6 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 90 എന്ന് കിട്ടും. ദെൻ ഇവിടെ എന്ത് കിട്ടും, മൈനസ് 11 into 4 ആണ് അല്ലെ, 11 into 4 44 ആണ്, പ്ലസ് 38 മൈനസ് 41 പ്ലസ് 2 into 5 10 എന്ന് കിട്ടും അല്ലെ. ഇനി ഇവിടെ നമ്മൾ ഏതാ ചെയ്യേണ്ടത്, അഡീഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് എന്ത് കിട്ടും, 90 മൈനസ് 6 എന്ന് കിട്ടും. ഇവിടെ എന്ത് കിട്ടും, മൈനസ് 31 എന്ന് കിട്ടും അല്ലെ. അപ്പൊ ഇനി എന്താണ്, 90 മൈനസ് 6 എന്ന് പറഞ്ഞാൽ 84 ആണ്, 84 മൈനസ് 31 എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ 53 എന്നാണ് കിട്ടുക. നമ്മൾ എന്ത് ചെയ്യുക, അത് അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിനേക്കാൾ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ഇത് നമുക്ക് വേണമെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് മാത്രം നോക്കിയിട്ടും ചെയ്യാം. യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 5 into 6 എന്ന് പറയുമ്പോൾ നമുക്ക് 0 ആണെന്ന് കിട്ടും. ദെൻ അങ്ങനെ യൂണിറ്റ് ഡിജിറ്റുകൾ മാത്രം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടുത്തെ യൂണിറ്റ് ഡിജിറ്റ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, അങ്ങനത്തെ മെത്തേഡ് അറിയാവുന്നവരുണ്ടെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ പോകുന്ന ഈ ഒരു മെത്തേഡ് തന്നെ യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തത് ടീച്ചിങ് എന്താ ചെയ്യേണ്ടത്, നമുക്കിപ്പോ ക്വസ്റ്റ്യൻസ് ഒക്കെ ഫെമിലിയർ ആയില്ലേ, ഈ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് മനസ്സിലായി. ഇതിനകത്ത് എന്താണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി അല്ലെ. എന്താണ്, സക്സീഡിങ് ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. ദെൻ പുതുതായിട്ട് ഫോം ചെയ്യുന്നതിന് നമ്മൾ ആൽഫബറ്റിക് ഓർഡറിൽ റീഅറേഞ്ച് ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം, റൈറ്റിൽ നിന്നും ഫോർത്ത് ലെറ്റർ ഏതാണെന്ന് നോക്കണം. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് വായിക്കാണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നോക്കുക, എഴുതുക. അപ്പൊ സക്സീഡിങ് ആണ്, ടി കഴിഞ്ഞാൽ എന്താണ്, യു ആണ് അല്ലെ, ടി യു. ദെൻ ഇ എഫ് എ ബി സി ഡി എച്ച് ഐ ജെ എൻ ഒ ജി എച്ച്, ഇതാണ് നമുക്ക് പുതിയ വേർഡ് വരുന്നത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ആൽഫബറ്റിക് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം അല്ലെ. ബി ഉണ്ട്, സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു, ഇതാണ് നമ്മുടെ ഓർഡർ വരുന്നത്. നമ്മളോട് ഇനി എന്താ പറയുക, റൈറ്റിൽ നിന്നും നാലാമത്തേത് 1 2 3 4, റൈറ്റിൽ നിന്നും നാലാമത്തെ ലെറ്റർ ഏതാണ്, ഐ ആണ്. അത് ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കുക, മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ അല്ലെ. ഈ ഒരു പാറ്റേണിൽ 2-3 ക്വസ്റ്റ്യൻസ് എല്ലാ ഷിഫ്റ്റിലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ ഡിഫറെന്റ് ആയിരിക്കും, എന്നാലും ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ട് ആൽഫബറ്റിക് ഓർഡർ റീഅറേഞ്ച് ചെയ്യണത് 2-3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതെന്താണ്, ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ ആണ്. ബ്ലഡ് റിലേഷൻ വേർഡിങ്സിന് പകരം ഇത്തവണ ചോദിച്ചിരിക്കുന്നത് എല്ലാം ഇങ്ങനെ സിമ്പിൾ തന്നിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് നോക്കാം. ക്യൂ മൈനസ് എസ്, മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യൂ ഇസ് ദ ബ്രദർ ഓഫ് എസ്. അപ്പൊ എന്താണ്, ക്യൂ ആരാണ്, ക്യൂ മെയിൽ ആണ്, എസ് എന്താണ്, എസിന്റെ ബ്രദർ ആണ് ക്യൂ. അപ്പൊ അത് അവിടെ ഇരിക്കട്ടെ. ഇനി പ്ലസ് പി എന്ന് പറഞ്ഞാൽ എന്താണ്, എസ് ഇസ് ദ മദർ ഓഫ് പി. ഓക്കെ, അപ്പൊ പിയുടെ ആരാണ്, അമ്മയാണ് എസ് എന്ന് പറയുന്നത്. അപ്പൊ എസ് ആരാണ്, ഫീമെയിൽ ആണെന്ന് മനസ്സിലായി. മൈനസ് ടി എന്ന് പറയുമ്പോൾ പി ആരുടെ ബ്രദർ ആണ്, ടിയുടെ ബ്രദർ ആണ് പി. ഓക്കെ, അപ്പൊ അതും ക്ലിയർ ആയി. ടി ഹാഷ് ആർ ആണ്. ഹാഷ് എന്ന് പറയുമ്പോൾ ടി ഈസ് ദ ഡോട്ടർ ഓഫ് ആർ. ടി ആറിന്റെ ഡോട്ടർ എന്ന് പറയുമ്പോൾ ആറ് എസിന്റെ ആരായിരിക്കും, ഹസ്ബൻഡ് ആണ് അല്ലെ. എസിന്റെ ഹസ്ബൻഡ് ആണ് ആറ്, ഇവരുടെ ഡോട്ടർ ആണ് ആര്, ടി എന്ന് പറയുന്നത്. അപ്പൊ ഡോട്ടർ എന്ന് പറയുമ്പോൾ ടി എന്താണ്, ഫീമെയിൽ ആണ്. ദെൻ ആർ ബൈ കെ എന്ന് പറയുമ്പോൾ എന്താണ്, ആർ ഈസ് ദ ഫാദർ ഓഫ് ബി. ആറ് ബിയുടെ ഫാദർ ആണ്. അപ്പൊ ഇവരുടെ എഗെയിൻ ഒരു സിബ്ലിംഗ് ആണ് ബി എന്ന് പറയുന്നത്. അവിടെ ജെൻഡർ റിവീൽ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ എസിന്റെയും ആറിന്റെയും 3 മക്കളാണ് പി ടി ബി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബി അല്ല, കെ ആണ്. ഞാൻ എന്തോ ബോധത്തില് ബി എന്ന് പറഞ്ഞു, കെ. ഓക്കെ, ഇവിടത്തെ ബോധത്തിൽ പറഞ്ഞാണ് കെ. ശരി, പിയും കെയും തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. പി കെയുടെ ആരാണ്, മെയിൽ ആണ് അല്ലെ, ബ്രദർ ആണ്.
PKയുടെ ബ്രദർ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ, ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ ഒരു രീതിയിൽ വേണം ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെയിം ദാ നോക്ക്, ഡൈനാമിക് എന്ന് പറയുന്ന വേർഡ് ആണ് ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടത്? ഇമ്മീഡിയറ്റ്ലി ഫോളോവിങ്, അത് കഴിഞ്ഞിട്ടുള്ള വേർഡ്സ് ആണ് ചെയ്യേണ്ടത്. ദെൻ റീഅറേഞ്ച് അക്കോർഡിംഗ് ആൽഫബറ്റിക് ഓർഡറിൽ റീഅറേഞ്ച് ചെയ്യുക. ചെയ്തിട്ട് അങ്ങനെ റീഅറേഞ്ച് ചെയ്യുന്നതിൽ റൈറ്റിൽ നിന്നും ആദ്യം വരുന്ന ലെറ്റർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഡൈനാമിക് DEYZ NO ABMNIJCD അല്ലെ. ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യാം? അറേഞ്ച് ചെയ്യാം. BCDEFGHIJKLMNOZ എന്ന് വരും. നമ്മളോട് റൈറ്റിൽ നിന്നും ആദ്യത്തെ ലെറ്റർ ആണ് Z ആണ്, നമുക്ക് റൈറ്റിൽ നിന്നും ആദ്യത്തെ ലെറ്റർ വരുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യാണ്ട് തന്നെ പറയാം. റൈറ്റിൽ നിന്നും ആദ്യത്തെ ലെറ്റർ എന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനം വരുന്നത് Z ആണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുക? Z ആയിരിക്കും വരിക എന്നുള്ളത്. ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. കൺഫ്യൂഷൻ ഉള്ളവർ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പ്രോപ്പർ ആയിട്ട് എനിക്കിത് അറിയാം എന്ന് കോൺഫിഡൻസ് ഉള്ളവർ മാത്രം അത് ചെയ്യുക. ആ കോൺഫിഡൻസ് പെട്ടെന്ന് ഒരു ദിവസം ഉറങ്ങി എണീക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതല്ല, പ്രാക്ടീസ് ചെയ്ത് മാത്രം കിട്ടുന്നതാണ് കോൺഫിഡൻസ്. ഓക്കെ, അടുത്തത് 13, 24, 46, 79, 123 ഇവര് തമ്മിലുള്ള റിലേഷൻ നോക്കുക. 24 മൈനസ് 13 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 11 ആണ് വരുന്നത്. അപ്പൊ ഇതിവിടെ പ്ലസ് 11 ആണ്. 46 മൈനസ് 24 എന്ന് പറഞ്ഞാൽ 22 ആണ്. പാറ്റേൺ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടി അല്ലെ. 79 മൈനസ് 46 എന്ന് പറഞ്ഞാൽ 33 ആണ്. 123 മൈനസ് 79 എന്ന് പറഞ്ഞാൽ 44. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്? പ്ലസ് 55 ആണ് ചെയ്യേണ്ടത്. 3 പ്ലസ് 5 എന്താ? 8 ആണ്. 8 കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇവിടെ നമുക്ക് ആൻസർ കിട്ടി 178. കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് നിൽക്കണം എന്നുള്ള ഒരു ആവശ്യവുമില്ല. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? 178 എന്ന് ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓഡ് വൺ ഔട്ട് ആണ് നമ്മളോട് നോക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കിക്കോ, PQRSTUVWX. ഓക്കെ, അടുത്തത് GHIJKLMNO. അപ്പൊ ഇതാണ് പാറ്റേൺ എന്നുള്ള കാര്യം നമുക്ക് കിട്ടി അല്ലെ. അടുത്ത രണ്ടെണ്ണം കൂടി ഈ പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. DEFGHIJKL അടുത്തതും ഫോളോ ചെയ്യണ്ട. അപ്പൊ എന്തായാലും ഓഡ് വൺ ഔട്ട് എന്തായിരിക്കും? ഇത് തന്നെ ആയിരിക്കും അല്ലെ. കാരണം എന്താണ് നോക്കിക്കോ, CDE ആണ് വരേണ്ടത്. ഇവിടെ എന്തില്ല? ഇ ഇല്ല. അപ്പൊ ഇത് തന്നെ ആയിരിക്കും ഓഡ് വൺ ഔട്ട്. ഓക്കെ, അടുത്തത് JGJLI is related. ഓക്കെ, അപ്പൊ അവർ തമ്മിലുള്ള റിലേഷൻ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ നമുക്ക് ആദ്യം ഒരെണ്ണത്തിന്റെ റിലേഷൻ മാത്രമേ നോക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. JKLMN അല്ലെ. GHIJK നമുക്ക് ഓൾറെഡി ഐഡിയ കിട്ടി. LMNOP ഐഡിയ കിട്ടി. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ലിങ്ക് ഈ ഒരു രീതിയിലേക്ക് നോക്കിയാൽ മതി അല്ലെ. LMNOP എല്ലാം ബി ആണ്. ഇത് രണ്ടെണ്ണം മാത്രം കട്ട് ചെയ്തു. അടുത്തത് IJKLM. ഓക്കെ, രണ്ടെണ്ണം എം ആണ്. NOPQR. അപ്പൊ എന്താണ്? PMR ആണ് വരുന്നത്. PMRO ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് മാക്സിമം ടൈം സേവ് ചെയ്യുക. ഒരുപാട് അങ്ങോട്ടേക്ക് എല്ലാം ക്ലിയർ ചെയ്തിട്ട് മാത്രമേ ആൻസർ ചെയ്യുള്ളൂ എന്നല്ല നോക്കേണ്ടത്. നമുക്ക് എവിടെ ആൻസറിന്റെ ഹിന്റ് എടുക്കാൻ പറ്റുമോ അവിടെ നിന്ന് ആൻസർ ഹിന്റ് എടുക്കുക, ഓപ്ഷനിലേക്ക് നോക്കുക, മാർക്ക് ചെയ്യുക, അങ്ങോട്ടേക്ക് പോവുക. ഓക്കെ, അതിനാണ് നമുക്ക് ഓപ്ഷൻ തന്നിരിക്കുന്നത്. ഓപ്ഷൻസ് വെറുതെ തരുന്നതല്ല, നമുക്ക് ആൻസർ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താനായിട്ടാണ് നമുക്ക് ഓപ്ഷൻസ് തരുന്നത്. ഓക്കെ,
ഇനി എന്താണ്, നോർത്തിലേക്ക് ഫേസ് ചെയ്തിട്ട് എത്ര പേര് ഇരിക്കുന്നുണ്ട്? 7 പേര് ഇരിക്കുന്നുണ്ട്. 1 2 3 4 5 6 7 പേര് നോർത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്നുണ്ട്. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? നോ വൺ is sitting to the right of G. ജിയുടെ റൈറ്റിൽ ആരും ഇല്ല. അപ്പൊ ജി ഇവിടെയാണ് ഇരിക്കുന്നത്. ഓൺലി 3 persons are sitting between G and D. ജിയുടെയും ഇയുടെയും ഇടയിൽ 3 പേരുണ്ട്. അപ്പൊ ഇ ഇവിടെയാണ്. ആൻഡ് ഓൺലി 2 persons are sitting between F and D. എഫിനും ഇക്കും ഇടയിൽ 2 പേരെന്ന് പറയുമ്പോൾ ഇവിടെ സ്പേസ് ഇല്ല. അപ്പൊ എഫ് എവിടെ ആയിരിക്കും? ഇവിടെ ആയിരിക്കും എഫ് ഉണ്ടാവുക. സി is sitting third to the left of D. ഡിയുടെ ലെഫ്റ്റിൽ നിന്നും മൂന്നാമതായിട്ടാണ് ആരിയിരിക്കുന്നത്? സി ഇരിക്കുന്നത്. അപ്പൊ ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് 3 എണ്ണം വരണമെങ്കിൽ ഇവിടെ മാത്രമേ സ്പേസ് ഉള്ളൂ. പക്ഷെ ഡി ഇവിടെയാണോ ഇവിടെയാണോ എന്ന് നമുക്കൊരു കൺഫ്യൂഷൻ വരും. അപ്പൊ നമ്മൾ അതവിടെ നിർത്തിയിട്ട് അടുത്തത് നോക്കുക. കെ ഈസ് സിറ്റിംഗ് ഇമീഡിയറ്റ് റൈറ്റ് ഓഫ് ഡി. ഡിയുടെ റൈറ്റിലാണ് കെ ഇരിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡി ഇവിടെ ആയിരിക്കും. ഡിയിൽ നിന്നും മൂന്നാമതായിട്ട് ആരായിരിക്കുന്നത്? സി ആണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ഏത് മാത്രമേ ബാക്കിയുള്ളൂ? സി ഡി ഇ എഫ് ജി, സി ഡി ഇ എഫ് ബി. ബി ഇട്ടില്ല. ശരി. ഹൗ മെനി പേഴ്സൺസ് ആർ സിറ്റിംഗ് ബിറ്റ്വീൻ ബി ആൻഡ് എഫ്? ബിയിനും എഫിനും ഇടയ്ക്ക് എത്ര പേരുണ്ട്? 3 പേരാണ് ബിയുടെയും എഫിന്റെയും ഇടയിൽ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയില്ലേ? എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കണം. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പ്രോപ്പർ ആയിട്ട് എന്താണോ അവിടെ ചോദിച്ചിരിക്കുന്നത്, ഒരു സെന്റൻസിൽ അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അത് അവിടെ നിർത്തിയിട്ട് അടുത്ത സെന്റൻസ് നോക്കുക. അടുത്തതിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? തൊട്ട് മുന്നേ നമ്മൾ സ്കിപ്പ് ചെയ്തു പോയ ഭാഗവും നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Some microphones are speakers. ചില മൈക്രോഫോൺസ് എന്താണ്? സ്പീക്കർ ആണ്. No speakers are pianos. സ്പീക്കറുകൾ ഒന്നും എന്തല്ല? പിയാനോ അല്ല. No microphone is a piano. അത് നമുക്ക് ഈ ഒരു ഇതിൽ നമുക്ക് മൈക്രോഫോണും പിയാനോയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് നമുക്ക് കറക്റ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല. സം സ്പീക്കേഴ്സ് ആർ മൈക്രോഫോൺസ്. അത് ശരിയാണ് അല്ലെ? ചില സ്പീക്കറുകൾ എന്താണ്? മൈക്രോഫോൺ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ചിലര് മേ ബി എന്ത് പറയും? ബോത്ത് കൺക്ലൂഷൻസ് ഫോളോസ് എന്ന് പറയും. അത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് മേ ബി ഈ ക്വസ്റ്റ്യൻ എന്താവും? ക്വസ്റ്റ്യൻ അറൈസ് ചെയ്യേണ്ട ലെവലിലേക്ക് വന്നിട്ടുണ്ടാവാം. ഓക്കെ, അപ്പൊ ഇപ്പം ആസ് പെർ നൗ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് വെച്ചിട്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, സിറ്റി എക്സ് ഹാസ് ബീൻ റിസീവിംഗ് thunderstorms and heavy rains for the past 4 days. The weather department has forecast more rain in the next 48 hours. ഓക്കെ, നല്ല മഴയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്തിട്ടുണ്ട്? 48 മണിക്കൂറിലേക്ക് റെയിൻ ഉണ്ടാവുമെന്ന് ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ എഫക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. The electricity department has decided to increase the charges by 50 paise per unit in സിറ്റി എക്സ്. അതിനൊരു ചാൻസും ഇല്ല അല്ലെ? ഒരു ഡിസാസ്റ്റർ വന്നിരിക്കുന്ന സമയത്ത് ഇലക്ട്രിക് ചാർജ് കൂട്ടുക എന്നുള്ളത് ഒരു എഫക്റ്റ് ആവാനുള്ള ചാൻസ് ഇല്ല. വാട്ടർ ലോഗിംഗ് ഈസ് റിപ്പോർട്ടഡ് ഫ്രം മെനി ഏരിയാസ്. സാധ്യതയുണ്ട്. സെവറൽ ട്രീസ് റിപ്പോർട്ടഡ്ലി ഫെൽ ഓൺ MG road ലാസ്റ്റ് നൈറ്റ് ഇൻജൂറിങ് അറ്റ്ലീസ്റ്റ് 12 people. അതിനും സാധ്യതയുണ്ട്. അപ്പൊ എന്താണ്? ബോത്ത് കൺക്ലൂഷൻ 3 or 2 ഫോളോസ്. 2ഉം 3ഉം സംഭവിക്കാനുള്ള സാധ്യത വളരെ അധികമാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ ആൻസേഴ്സ് ചെയ്യാനായിട്ട്. അടുത്തത്, ഓൾ ഡോർസ് ആർ ഗേറ്റ്സ്. നേരത്തെ പറഞ്ഞ അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ എറേസ് ആവാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. എല്ലാ ഗേറ്റും എന്താണ്? സോറി, എല്ലാ ഡോറും എന്താണ്? ഗേറ്റ് ആണ്. നോ ഡോർസ് ആർ ലോക്ക്. ഒരു ഡോറും എന്തല്ല? ലോക്ക് അല്ല. സം ലോക്സ് ആർ ഗേറ്റ്സ്. നോ ലോക്സ് ആർ ഡോർ. ഒരു ലോക്കും ഡോർ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരു ഡോറും ലോക്ക് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു ലോക്കും ഡോറും ആവാനുള്ള സാധ്യതയില്ല. പിന്നെന്താണ്? സം ലോക്സ് ആർ ഗേറ്റ്സ്. ചില ലോക്ക് ഗേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മേ ഓർ മേ നോട്ട് ഫോളോ എന്നുള്ള ലെവലിലാണ് നമുക്ക് പറയാം. സോ ആസ് പെർ നൗ ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്ക് ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ് എന്ന് പറയാം. പക്ഷേ അല്ല, സോറി, കൺക്ലൂഷൻ 2 ഫോളോസ് എന്ന് പറയാം. പക്ഷേ നമുക്ക് എന്ത് പറയാം? ചിലപ്പോൾ ബോത്ത് കൺക്ലൂഷൻസ് ഫോളോസ് എന്നുള്ള ലെവലിലേക്ക് ആൻസർ എത്താൻ സാധ്യതയുണ്ട്. എന്നാൽ പോലും ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഓൺലി കൺക്ലൂഷൻ 2 ഫോളോസ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്തത് ഇതാ സെയിം ആണ്. കോയിനേജ് എന്നുള്ള ലെറ്റർ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇംഗ്ലീഷ് ആൽഫബറ്റിക് ഓർഡറിൽ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കല്ല, ഇതിനെ തന്നെ ആൽഫബറ്റിക് ഓർഡറിൽ റീഅറേഞ്ച് ചെയ്യുക. എന്നിട്ട് എന്താണ്? 4th ലെറ്റർ, ലെഫ്റ്റിന്ന് 4th ലെറ്ററും റൈറ്റിന്ന് 3rd ലെറ്ററിന്റെയും ഇടയിൽ വരുന്ന എത്ര ലെറ്റേഴ്സ് ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, A B C
D E F G H I J K L M N O. ഇനി എന്താണ് ലെഫ്റ്റിൽ നിന്ന് ഫോർത്ത് 1 2 3 4 G ആണുള്ളത്, റൈറ്റിൽ നിന്നും തേർഡ് 1 2 3 I. ജിയുടെയും ഐയുടെയും ഇടയിൽ ഏത് ലെറ്റർ ആണുള്ളത്? ഒരെണ്ണം ഉണ്ട് അല്ലെ, H ഉണ്ട്. ഇവിടെ ഉള്ളതല്ല കേട്ടോ ചോദിക്കുന്നത്. ആൽഫബറ്റിക്കില് അവരുടെ ഇടയിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. അവരുടെ ഇടയിൽ എത്ര ലെറ്റേഴ്സ് ആണുള്ളത്? ഒരു ലെറ്റർ ആണ് അവരുടെ ഇടയിലുള്ളത്, H. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയില്ലേ? നമുക്കിനി എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെഡ് എക്സ് വി ടി, എന്തൊക്കെയോ റിലേഷൻ ഉണ്ട് അല്ലെ, നോക്കിക്കോ. ടി യു വി ഡബ്ല്യു എക്സ് വൈ സെഡ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? പി ക്യു ആർ എസ് ടി, ആർ ആണ് വരുന്നത്. അപ്പൊ ഇതല്ല എന്ന് മനസ്സിലായി, ഇതിലേതെങ്കിലും ആയിരിക്കും. ഇനി എന്താണ്? എൻ ഒ പി ക്യു, അത് തന്നെയാണ്. അപ്പൊ എന്താണ്? ആറ് കഴിഞ്ഞാല് നമുക്ക് എങ്ങനെയാ വരുന്നത്? എൽ എം എൻ ആണ് അല്ലെ. അപ്പൊ ആർ എൽ ആണ് നമുക്ക് ആൻസർ കിട്ടി. ആർ എൽ ഐ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കുറച്ച് നമ്മൾക്കൊന്ന് സമയം പ്രോപ്പർ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ വൃത്തിയായിട്ട് ഒരു 1-2 സെക്കൻഡ് കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഒരു സർക്കുലാർ ടേബിൾ സീറ്റിങ്ങിന്റെ ഈ ക്വസ്റ്റ്യൻ ഒക്കെ എല്ലാ ഷിഫ്റ്റിലും ഒരുപോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. എത്ര പേരാ ഉള്ളതെന്ന് നോക്കുക. 6 പേരാണ്. അപ്പൊ നമ്മൾ 6 എണ്ണം മാർക്ക് ചെയ്തു. ഇനി എന്താണ്? ഓൺലി 2 people sits between F and C. എഫിന്റെയും സിയുടെയും ഇടയിൽ 2 ആൾക്കാരുണ്ട്. D is seated immediate right of F. എഫ് ഇങ്ങോട്ട് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ എഫിന്റെ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും അല്ലെ. അപ്പൊ എന്താണ്? D എഫിന്റെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണ് ഇരിക്കുന്നത്. Then A is the nearest neighbor of B and C. B യുടെയും C യുടെയും നൈബർ ആണ് A. അപ്പൊ B യും C യും ഇങ്ങനെ വന്നു. What is the position of E? അപ്പൊ ഇനി ഇവിടെ ബാലൻസ് E മാത്രമേ ഉള്ളൂ with respect to B. B നെ വെച്ച് നോക്കുമ്പോൾ B ഇങ്ങോട്ടേക്ക് ഫേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇത് B യുടെ റൈറ്റും ഇത് B യുടെ എന്താണ്? ലെഫ്റ്റുമാണ് അല്ലെ. അപ്പൊ എന്താണ്? B യുടെ റൈറ്റ്, അതായത് തേർഡ് ടു ദ റൈറ്റ് ആണ് ആരിയിരിക്കുന്നത്? ഈ ഇരിക്കുന്നത്. തേർഡ് ടു ദ റൈറ്റ് ആണ് ഈ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ലെഫ്റ്റിൽ നിന്നും സെക്കൻഡ് ടു ദ ലെഫ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ലെഫ്റ്റിൽ നിന്നുള്ള ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. റൈറ്റിൽ നിന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ തന്നിരിക്കുന്നത്, തേർഡ് ടു ദ റൈറ്റ്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എക്സ് ഇസ് ടു 243 is to 17 is to y എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പോ എന്തിന്റെങ്കിലും സ്ക്വയർ ആണോ 243? സ്ക്വയർ ഒന്നും നമുക്ക് ഓക്കെ. അപ്പൊ ഇവിടെ ഞാനൊന്ന് പറയട്ടെ. 34 നമുക്കിതാ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തു നോക്കുക. ഈ ഒരെണ്ണം എടുത്തു നോക്കാം. ഇവിടെ നോക്കിക്കോ. 25 plus 2 into 9 is equal to 243. 25 plus 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 27 ആണ്. 27 into 9 ആണ് എന്ത്? 243 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ x എന്ത് കിട്ടി? 25 ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ അത് ഇവിടെ ഫോളോ ആവുന്നുണ്ടോ എന്ന് കൂടെ നോക്കണം. 17 plus 2 എന്താണ്? 19 ആണ് അല്ലെ. into 9. 19 into 9 എന്താണ്? 19 into 9 171 ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? x is equal to 25 എന്നും y is equal to 171 എന്നുമാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു പാറ്റേൺ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ കൂടുതൽ നിങ്ങൾ ഇങ്ങനെ ബാക്കിയുള്ള ഓപ്ഷൻസിലേക്കൊക്കെ പോയിട്ട് ഒരുപാട് സമയം കളയണ്ട എന്ന് വെച്ചിട്ടാണ് പാറ്റേൺ ഏതാണ് എന്നുള്ള കാര്യം തന്നെ ആദ്യം തന്നെ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺസ് ഒക്കെ നമ്മുടെ മനസ്സിൽ വെക്കുക. വരുന്ന ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഈ പഠിച്ച ഏതെങ്കിലും ഒക്കെ പാറ്റേൺസ് ഒക്കെ അപ്ലൈഡ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇതും അതുപോലൊരു പാറ്റേൺ ആണ്. 529 ആണ് വരുന്നത് അല്ലെ. അപ്പൊ ദാ ഇവിടെ നോക്കിക്കേ. 18 plus 5 എന്ന് വെച്ചാൽ എത്രയാണ്? 18 plus 5 എന്ന് വെച്ചാൽ 23 ആണ്. 23യുടെ സ്ക്വയർ ആണ് 529. നമുക്ക് തന്നിരിക്കുന്ന നമ്പർ എന്തിന്റെയെങ്കിലും മൾട്ടിപ്പിൾ ആണോ സ്ക്വയർ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് ആ തന്നിരിക്കുന്നത് വെച്ച് ഇവിടെ ഓപ്ഷനിലുള്ള നമ്പേഴ്സിന് എന്താണ് റിലേഷൻ എന്ന് നോക്കുക. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ എന്തായിരിക്കും? 21 plus 5 എന്ന് പറഞ്ഞാൽ 26 ആണ്.
26 സ്ക്വയർ എന്താണ് 676 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി, x is equal to 18 and y is equal to 676 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയില്ലേ? എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള മെത്തേഡ് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദാ നമ്മുടെ എപ്പോഴും വരുന്ന പാറ്റേൺ ആണ് അല്ലെ. ഓൾസോ 8693 ആണ്. സെയിൽ എന്താണ് 2836. നമ്മളോട് ഇയുടെ ലെറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇ ഇവിടെ എഴുതുക. ഓൾസോയില് എന്തുണ്ട്? ALS ഉണ്ട്. സെയിലിലും ALS ഉണ്ട്. ഇനി നമ്പേഴ്സിന്റെ കേസിലാണെങ്കിൽ 8 രണ്ടിടത്തും ഉണ്ട്, 6 രണ്ടിടത്തും ഉണ്ട്, 3 രണ്ടിടത്തും ഉണ്ട്. സെയിലിലാണ് ഇ ഉള്ളത്. അപ്പൊ ഇയുടെ വേർഡ് എന്താണ്? ഇയുടെ നമ്പർ ഏതാണ്? 2 ആണ് ഇയുടെ നമ്പർ. ഓക്കെ, അപ്പൊ ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് അധികം പെന്ന് യൂസ് ചെയ്യാണ്ട് തന്നെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ടു നമ്പേഴ്സ് ഷുഡ് ബി ഇന്റർചേഞ്ച് ടു മേക്ക് ദ ഗിവൺ ഇക്വേഷൻ കറക്റ്റ്? അപ്പൊ ഞാൻ നേരത്തെ ഇത് സയൻസ് ഇന്റർചേഞ്ച് ചെയ്യുന്നിടത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷൻ ആൻസർ ചെയ്യുന്നിടത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂണിറ്റ് ഡിജിറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെയും നമുക്ക് ആ ഒരു സെയിം മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാം, യൂണിറ്റ് ഡിജിറ്റ്സ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ ആദ്യം 8 and 11 ആണ് നമുക്ക് മാറ്റേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? ഈ 8ന്റെ അവിടെ ഈ ഒരു ഡിജിറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 1 വരുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇവിടെ ഞാൻ അധികം സമയം കളയണില്ല, അങ്ങനെ ഓരോന്ന് ചെയ്തിട്ട് നമ്മുടെ ആൻസർ വരിക 11 and 12 ആണ്. അപ്പൊ അത് യൂണിറ്റ് ഡിജിറ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യണത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ എന്ത് വരും? 6 + 8 - 11ന്റെ അവിടെ 22 ആണ്. അപ്പൊ 2 × 3 + 4 × 62/2 എന്ന് 66/2 എന്ന് പറഞ്ഞാൽ 33 ആണ്. സോ 3 ആണ് യൂണിറ്റ് ഡിജിറ്റ് പ്ലസ് 1 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇനി എന്ത് കിട്ടും? ഇവിടെ നമുക്ക് ആദ്യം മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. അപ്പൊ ഇവിടെ 6 + 8 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 6 + 8 എന്ന് പറഞ്ഞാൽ 14 ആണ്. യൂണിറ്റ് ഡിജിറ്റ് 4 വരും. മൈനസ് ഇവിടെ എന്താണ്? 2 × 3 6 ആണ്. പ്ലസ് 4 × 3 12ന്റെ 2 ആണ് യൂണിറ്റ് ഡിജിറ്റ് പ്ലസ് 1. ഇനി 4 - 6 എന്ന് പറഞ്ഞാൽ -2 + 2 + 1 ആണ്. -2 + 2 പോവും. നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് എന്ത് വരും? 1 എന്ന് വരും. ആൻസറിന്റെ യൂണിറ്റ് ഡിജിറ്റ് 1 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 11 and 22 ആണ് ആൻസർ വരിക എന്നുള്ള കാര്യം നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് യൂണിറ്റ് ഡിജിറ്റ് യൂസ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലായില്ലേ? ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാൽക്കുലേഷൻ കുറയ്ക്കാൻ പറ്റും. മറ്റേത് 56 + 18 എന്ന് പറയുമ്പോൾ കുറച്ച് സ്റ്റെപ്സ് കൂടുതലാണ്. ഇനി ഇത് കൺഫ്യൂഷൻ ഉണ്ട്, ഇത് ചെയ്താൽ ശരിയാവോ എന്ന് ഡൗട്ട് ഉള്ളവർ ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾ സമയമെടുത്ത് ഇത് ചെയ്യുക തന്നെ ചെയ്തോളൂ. ഓക്കെ, അടുത്തത് 7 boxes are placed. നമ്മുടെ ബോക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമുക്കിപ്പോ ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവാൻ തുടങ്ങി ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ, എന്തൊക്കെയാണ് അതിനകത്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി അല്ലെ. A is placed second from the bottom. ബോട്ടത്ത് നിന്ന് രണ്ടാമതാണ് എ ഇരിക്കുന്നത്. ഓക്കെ, ഓൺലി 3 boxes are placed between E and G. ഓക്കെ, അതിപ്പോ നമുക്ക് എവിടെ കൊണ്ടുപോയി മാർക്ക് ചെയ്യാൻ പറ്റുന്ന അറിയില്ല, സോ അവിടെ ഇരിക്കട്ടെ. G is not placed at the topmost position. G ടോപ്പിലല്ല എന്ന് മനസ്സിലായി. F is just above C. ഓക്കെ, F സിയുടെ മേലെയാണ്. C is placed just above E. C ഇയുടെ മേലെയാണ്. ഓക്കെ, B is not placed fourth from the top. B ഫോർത്തും അല്ല. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്? ജിയുടെയും ഇയുടെയും ഇടയിൽ 3 ബോക്സസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ 3 ബോക്സ് വരാൻ ചാൻസ് ഒന്നുകിൽ ഇവിടെ ഏതെങ്കിലും പൊസിഷനിൽ വരണം, പക്ഷെ ജി ഇവിടെ അല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജി ഒന്നുകിൽ ഇവിടെ ആയിരിക്കും. ഇവിടെ ജി വന്നാല് എന്ത് വരും? ഇ എവിടെ വരും? 1 2 3 ഇ ഇവിടെയാണ്. അപ്പൊ ജി ഇവിടെയും അല്ല ഇവിടെയല്ല. ഇനി ജി ഇവിടെ വന്നാല് ഇ എവിടെ വരും? 1 2 3 കഴിഞ്ഞ് ഇ ഇവിടെ വരും. ഓക്കെ, അപ്പോ അങ്ങനെയും വരാം, അല്ലെങ്കിൽ ജി ഇവിടെയും ഇ ഇവിടെയും ആയിട്ടും വരാം. ഇനി നോക്കിക്കേ, ഇ ഇവിടെ വരില്ല. കാരണം എന്താണ്? സി എവിടെയാണ്? ഇയുടെ മേലെയാണ് സി പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് മനസ്സിലായി? ജി ഇവിടെയും 1 2 3 ഇ ആണ് ഇവിടെയുള്ളത്. ഇയുടെ മേലെ സി ഉണ്ട്, സിയുടെ മേലെ ആരുണ്ട്? എഫ് ഉണ്ട്. ഇനി ഒരു ബി മാത്രമാണ് ഇവിടെ ഉള്ളത്. ബി ഇവിടെ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ഫോർത്ത് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബിനെ നമ്മൾ അവിടെ നിന്ന് മാറ്റി ഇവിടെ എന്തായിരിക്കുന്നത്? എ ബി സി ഡി ആണ് ഫോർത്ത് പൊസിഷനിൽ ഇരിക്കുന്നത്. നമ്മളോട് ഇനി ചോദിച്ചിരിക്കുന്നത് എന്താണ്? സിയുടെയും എയുടെയും ഇടയിൽ
3 ബോക്സ് ആണ് ഇരിക്കുന്നത്. സിയും എയുടെയും ഇടയിൽ എത്ര ബോക്സ് ഉണ്ട്? 3 ബോക്സ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സെന്റൻസ് നമുക്ക് കൺക്ലൂഷൻ എത്തിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ ടെൻഷൻ ആയിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? അത് അവിടെ സ്കിപ്പ് ചെയ്തിട്ട് അടുത്തത് നോക്കുക. എന്നിട്ട് ലോജിക് വൈസ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ, അടുത്തത് ഓഡ് വൺ ഔട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഓഡ് വൺ ഔട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയേ, ആറ് കഴിഞ്ഞിട്ടുള്ള ലെറ്റേഴ്സ് ആണ് അല്ലെ, യുവും ബിയും. അപ്പൊ അതെന്താ റിലേഷൻ നോക്കാം. R S T U V. ഓക്കെ, A B C D E F. അപ്പൊ ഇതില് ഏതോ ഒരെണ്ണാണ് ഫോളോ ചെയ്യണ പാറ്റേൺ. അത് ഏതാണെന്ന് നോക്കാം അല്ലെ. K L M N O P. അപ്പൊ ഫോളോ ചെയ്യണ പാറ്റേൺ ഇതാണെന്ന് മനസ്സിലായി. നമ്മുടെ ഓഡ് വൺ ഔട്ട് ഏതാണ്? VRU ആണ് ഓഡ് വൺ ഔട്ട് എന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ കൊണ്ടുപോയി മൂന്നാമത്തേത് ചെക്ക് ചെയ്ത് നിന്ന് സമയം കളയേണ്ട ആവശ്യമില്ല. ആദ്യത്തെ 3 നിന്ന് നമുക്ക് പാറ്റേൺ എന്തായാലും കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. ഇനി ആദ്യത്തെ 3 നിന്നും 3 ഒരേ പാറ്റേൺ ആണ് വരുന്നതെങ്കിൽ പിന്നെ അവിടെ നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആൻസർ എന്തായിരിക്കും? 4ാമത്തേതായിരിക്കും ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Town A is located to the north of town B. ഇതൊന്ന് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചെറുതായിട്ട് കട്ടിങ് ഒക്കെ വേണ്ടി വരുന്നതാണ്. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം? എയുടെ സൗത്തില് ബിയുടെ നോർത്തിലാണ് എ ഇരിക്കുന്നത്. ടൗൺ സി ഈസ് ലൊക്കേറ്റഡ് ടു ദ സൗത്ത് ഓഫ് ടൗൺ എ. ടൗൺ എയുടെ സൗത്തിലാണ് ടൗൺ സി ഇരിക്കുന്നത്. സോ ഒന്നുകിൽ ബിയുടെ താഴെ ആയിരിക്കും, അല്ലെങ്കിൽ ബിയുടെ മേലെ ആയിരിക്കും. ഇവിടെ എവിടെ വേണമെങ്കിലും ആരിയിരിക്കാം? സി ഇരിക്കാം. സോ അത് അവിടെ ഇരിക്കട്ടെ. Town D is located to the northeast of Town C. Town C യുടെ നോർത്ത് ഈസ്റ്റിലാണ് ആരിയിരിക്കുന്നത്? ടൗൺ ഡി ഇരിക്കുന്നത്. സോ ടൗൺ ഡി ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഭാഗത്ത്. ടൗൺ E is located to the south of Town D. ടൗൺ ഡിയുടെ സൗത്തിലായിട്ടാണ് ആരിയിരിക്കുന്നത്? ടൗൺ ഇ ഇരിക്കുന്നത്. അപ്പൊ അത് ബിയുടെ ഒരുമിച്ചായിരിക്കാം, അല്ലെങ്കിൽ ബിയുടെ മേലെയോ ബിയുടെ താഴെയോ എവിടെയെങ്കിലും ആയിരിക്കാം. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ആ പ്ലേസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഓക്കെ, ടൗൺ ബി ഈസ് ലൊക്കേറ്റഡ് ടു ദ സൗത്ത് ഓഫ് ടൗൺ സി. അപ്പൊ സിയുടെ കാര്യം നമുക്ക് കിട്ടി. സി എന്താണ്? എയുടെയും ബിയുടെയും ഇടയിലാണ് സി ഇരിക്കുന്നത്. ടൗൺ ബി ഈസ് ലൊക്കേറ്റഡ് ടു ദ നോർത്ത് വെസ്റ്റ് ഓഫ് ടൗൺ ഇ. ടൗൺ ഇയുടെ നോർത്ത് വെസ്റ്റിലാണ് ബി ഇരിക്കുന്നത്. അപ്പൊ ഇ എന്താണ്? ഇ കുറച്ച് താഴേക്ക് കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ ഈ ഒരു പൊസിഷൻ ആണ് ഇരിക്കുന്നത്. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ടൗൺ ഇ വിത്ത് റെസ്പെക്ട് ടു സി. ടൗൺ സിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇത് വെസ്റ്റ് ആണ്. ടൗൺ സിയുടെ ഈസ്റ്റ് ആണ്, സൗത്ത് ആണ്. അപ്പോ ടൗൺ ഇ എവിടെ ഇരിക്കുന്നത്? ടൗൺ സിയുടെ സൗത്ത് ഈസ്റ്റിലാണ് ടൗൺ ഇ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒന്ന് നമുക്ക് ചാൻസ് ഉള്ള പ്ലേസസിൽ പ്ലേസ് ചെയ്യുക. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചേഞ്ച് ചെയ്തിട്ട് വേണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട്. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമ്മൾ ഇത്രയും നേരം ചെയ്ത ക്വസ്റ്റ്യൻസിൽ ഒന്നും പാറ്റേൺസിൽ ഒന്നും പെടാത്ത എന്നാൽ ഡയറക്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയുമായിരുന്നു ഷിഫ്റ്റ് 3 ചോദിച്ചിട്ടുണ്ടായിരുന്ന റീസണിങ് ക്വസ്റ്റ്യൻസ്. പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ ഞാൻ അറിയാണ്ട് മിസ്റ്റേക്ക് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് സെക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോയിൽ അത് കറക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ആസ് യൂഷ്വൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം എന്താണ്? നമുക്ക് വരുന്ന എല്ലാ എക്സാംസിനും നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഞാനിത് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് വിചാരിക്കരുത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഇത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും ഈ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു പാറ്റേൺ മാത്രമല്ല, നിങ്ങൾക്ക് കിട്ടാവുന്നിടത്തു നിന്ന് എല്ലാം എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പൊ എഴുതാൻ പോകുന്ന എക്സാംസ് എല്ലാവർക്കും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ. എല്ലാവരും റാങ്ക് ലിസ്റ്റിലൊക്കെ വരട്ടെ എന്ന് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.